ഇന്ന് ഞാനും മക്കളും മാത്രം വീട്ടിലുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എണീറ്റ് വന്നത് തന്നെ ഇത്തിരി ലേറ്റ് ആയിട്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 7 മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കിച്ചണിൽ എത്തുമ്പോഴേക്കും. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ചപ്പാത്തി പാക്കറ്റും ഇരിപ്പുണ്ട്, എങ്കിൽ പിന്നെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം തന്നെ ഗ്രീൻ പീസ് ഞാൻ കഴുകി വാരിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ കുക്കറിൽ ഇട്ടപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതിലേക്കുള്ള കഷ്ണങ്ങളൊന്നും റെഡിയാക്കിയിട്ടില്ലല്ലോ എന്ന്. പിന്നെ വേഗം തന്നെ ഒരു ക്യാരറ്റ്, തക്കാളി, നമ്മുടെ ഉരുളക്കിഴങ്ങ്, സവോള, പച്ചമുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് കുക്കറിലേക്ക് അങ്ങ് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് തന്നെ വേഗം തന്നെ ഒരടുപ്പത്ത് നമ്മുടെ മുട്ട പുഴുങ്ങാനും വെച്ചു. എന്നിട്ട് ഒരടുപ്പത്ത് നമ്മുടെ ചപ്പാത്തിയും ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഈ സമയത്തൊന്നും മക്കൾ എണീറ്റ് വന്നിട്ടൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഇന്ന് അവധിയല്ലേ, ഇത്രയും ദിവസം എക്സാമൊക്കെ ആയതുകൊണ്ട് പഠിത്തവും രാവിലെ എണീക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് വിളിച്ചെണീപ്പിക്കാം, ഇച്ചിരി നേരോടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചൊരു ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ ഞാൻ ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ കുക്കർ വിസിലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3-4 വിസിലടിക്കുമ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് വരും. പിന്നെ നമുക്ക് ടപ്പേന്ന് കറി ഉണ്ടാക്കാം. അങ്ങനെ ചപ്പാത്തി ഏകദേശം ചുട്ട് തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം ഞാൻ ഓടി അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയിട്ട് പാലൊക്കെ വാങ്ങിയിട്ട് വന്നു. എന്നിട്ട് വേഗം തിളപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. ഞാൻ ഗ്യാസ് സ്റ്റൗ തുടച്ചിട്ടൊന്നുമില്ല, ലാസ്റ്റ് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ചൂടായിട്ടിരിക്കുമ്പം നമ്മൾ തണുത്ത തുണിയിട്ട് തുടയ്ക്കുമ്പോഴേക്കും അത് നല്ലതല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പാലൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് വേഗം തന്നെ പിള്ളേരെ വിളിച്ചെണീപ്പിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. 1-2 തവണ വിളിച്ചിട്ട് ഒരനക്കവും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ബാത്റൂമിൽ പോയിട്ട് അല്പം വെള്ളം എടുത്തുകൊണ്ട് വന്ന് മുഖത്ത് തെളിച്ചു. അപ്പോൾ പിന്നെ പയ്യെ രണ്ടാളും പൊങ്ങിയൊക്കെ വന്നു. ഇനി ഷീറ്റൊക്കെ മടക്കിയിട്ട് മെല്ലെ താഴത്തോട്ട് പോരുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാളും കൂടെ ഇറങ്ങി വരുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഗ്രീൻ പീസിൻ്റെ നമ്മുടെ വിസിലൊക്കെ പോയി കഴിഞ്ഞപ്പം വേഗം തന്നെ നമ്മുടെ ഗ്രീൻ പീസ് അങ്ങോട്ട് കറിയാക്കി. തേങ്ങ അരച്ചിട്ടൊന്നുമല്ല, ചുമ്മാ മുളക് പൊടി, മല്ലിപ്പൊടിയും നമ്മുടെ ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് കറിയാക്കി എടുത്തു കേട്ടോ. അങ്ങനെ കറി നന്നായിട്ടൊക്കെ തിളച്ച് വന്നപ്പോഴേക്കും നമ്മുടെ മുട്ടയും, കാടമുട്ടയാണ് രണ്ടാൾക്കും പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രണ്ടാൾക്കും കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് വേഗം ഇത്തിരി അരി അടുപ്പത്തിട്ടിട്ട് ഞാനും വേഗം കഴിക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പം എനിക്ക് മക്കൾക്ക് അവധിയുള്ള ദിവസം ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് കഴിക്കാൻ കൂട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണം കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടി അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ ചിരിച്ച് കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മക്കളുള്ള ദിവസം എനിക്കൊരു അനക്കമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് അടിച്ചു പൊളിച്ചൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു.